ഹലോ ആൻഡ് വെൽക്കം ടു പേർഷ്യൻ മലയാളി. ഇത് ഞങ്ങളുടെ വെക്കേഷൻ ഷോപ്പിംഗ് സീരീസ് എപ്പിസോഡ് 3 ആണ്. ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഡയസോ ജപ്പാൻ എന്ന് പറഞ്ഞൊരു കടയിലാണ്. ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസും ജാപ്പാനിൽ നിന്ന് വരുന്നതാണ്. ജാപ്പനീസ് ഐറ്റംസാണ് ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും. അപ്പോൾ ഇവിടെ ക്ലോതിങ് ഡ്രസ്സുകളൊന്നുമില്ല, ബട്ട് ഒത്തിരി വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ. സ്റ്റേഷനറി ഐറ്റംസ് ഇതെല്ലാം ഈ പെറ്റ്സിനിടാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ, അല്ലാതെ മനുഷ്യരുടെ ക്ലോതിങ് ഒന്നുമല്ല. അതെല്ലാം പെറ്റ്സിന് വേണ്ടിയുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളായിരുന്നു. എല്ലാം ബെൽറ്റും ഡ്രസ്സുകളും ഒക്കെ. അതുപോലെ കുറേ സോഫ്റ്റ് ടോയ്സും ഹഗ് പില്ലോസും അങ്ങനത്തെ കുറേ ഐറ്റംസാണ്. ഇത് കണ്ടില്ലേ, കുറേ ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. അപ്പോൾ ഇതിൽ 2-3 ഞങ്ങൾ എടുത്ത് ഇത് ഫ്ലവർ വാസിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് പോകട്ടെ. ഇവിടെ ഒറിജിനൽ അല്ല, ഇതെല്ലാം പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. സോ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഞങ്ങളിങ്ങനെ എടുത്തു. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനത്തെ ഈ ഡെക്കോർ ഐറ്റംസ്, ഇൻറ്റീരിയർ ഡെക്കോർ ഐറ്റംസ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന സൈസ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ കുഞ്ഞ് പ്ലാന്റ്സ്, ലൈവ് പ്ലാന്റ്സ്. കണ്ടാതെ ലൈവ് പ്ലാന്റ്സ് ആണെന്നേ പറയത്തുള്ളൂ, പക്ഷെ അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് അല്ല, ഒറിജിനൽ അല്ല, ബട്ട് എല്ലാം ഭയങ്കര ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാനല്ല, എല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തതാണ്. ഇത് നമ്മുടെ പംകിൻ ഉണ്ടല്ലോ, ഹാലോവിൻ പംകിൻ, അതേപോലെ ഇരിക്കുന്നൊരു പംകിനാണ്, പക്ഷെ ഭയങ്കര വെയ്റ്റ്ലെസ്. അത് കഴിഞ്ഞിട്ട് വേറെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ടി ഇൻറ്റീരിയർ ഡെക്കോറിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. എല്ലാം ഒക്കെ റീസണബിൾ റേറ്റാണ് കേട്ടോ. അങ്ങ് വലിയ റേറ്റും അല്ല, എന്നാൽ ഒത്തിരി കുറവുമല്ല, റീസണബിൾ റേറ്റ് എന്ന് നമുക്ക് പറയാം. അത്രയും ഒരു ഏരിയ ആണിത്, എത്രയും ഒരു കടയാണിത്. ഇതൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ്, വെജിറ്റബിൾ ബാസ്ക്കറ്റ് എന്നൊക്കെ പറയത്തില്ലേ, സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ബാസ്ക്കറ്റ്സ് ഒക്കെ ആയിരുന്നു. എന്ത് മെറ്റീരിയലാണ് എനിക്ക് അതല്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്രയും തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തൊട്ടപ്പം. എന്ത് സാധനമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ കുറേ ട്രേസും, പിന്നെ നമ്മുടെ എന്താ പറയുക, ഈ ബാത്റൂം ഫ്ലോറിനുള്ള ഗ്രിപ്പുള്ള മാറ്റുകളുണ്ട്, അത്രയും മാറ്റുകളും ഡോർ മാറ്റുകളും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് പിന്നെ നമ്മുടെ ഈ കാർ സീറ്റിന് ബാക്കിൽ വെക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഷോൾഡർ നെക്ക് പെയിൻ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന, അതൊരു നല്ലൊരു ഭംഗിയുള്ള, എന്താ പറയുന്നത്, ഒരു പൂച്ചയുടെ മുഖമൊക്കെ ഉള്ള സൈസ് ഒരു പില്ലോ ആയിരുന്നു, ഇങ്ങനെ കഴുത്തിൽ വെക്കാനുള്ള. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളറിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെച്ചാൽ നാട്ടിൽ കാറിൽ കൊണ്ടുപോയി വിൽക്കാമെന്ന് വെച്ച് അതിൻ്റെ ഒരു 2 എടുത്തു. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ പറയാറില്ലേ, ജാപ്പാൻകാരൊക്കെ ഭയങ്കര വൃത്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ നമ്മുടെ ഷൂ റാക്സ് ഉണ്ടല്ലോ, ഷൂ റാക്സിൽ ഷൂ വെക്കാനുള്ള വേറെ ട്രേ എന്ന് വെച്ചാൽ ഷൂ ഈ ട്രേയിൽ വെച്ചിട്ടാണ് അവർ റാക്കിലോട്ട് തന്നെ വെക്കുന്നത്. അത്ര വൃത്തിക്കാരാണ് അവർ. നമുക്കത്ര വൃത്തിയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ ട്രേ ഒന്നും മേടിച്ചില്ല. നമുക്ക് ഷൂ റാക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഈ എന്താ പറയുന്നത്, വാൾ ഹാങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഹൂക്സ്. ഞങ്ങൾ ഒത്തിരി ഹൂക്സ് ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല ബലമുള്ള ഹൂക്സ് ഇവിടെ കിട്ടുന്നത്. ഡേ ടു ഡേയിലൊക്കെ ഒരുപാട് ഹുക്സ് കിട്ടും, പക്ഷേ ഞങ്ങൾ ജനറലി ഹുക്സ് വീട്ടിൽ ഒട്ടിക്കാനൊക്കെ, ബാത്റൂംസിലൊക്കെ ഇങ്ങനെ ചൂലൊക്കെ ഹാങ് ചെയ്യാനൊക്കെ ഞങ്ങൾ മേടിക്കുന്ന ഇവിടെ നിന്നാണ്. നല്ല സ്ട്രോങ് ആണ് ഈ സാധനം. നമ്മൾക്ക് കുനിയാതെ നമുക്ക് ഓരോന്നൊക്കെ പിക്ക് ചെയ്യാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. ഈ സെഷൻ ഫുൾ, ഞാനിപ്പോൾ ഈ നോക്കുന്ന സെഷൻ ഫുൾ നമുക്ക് ഈ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല ബട്ടൺസും ത്രെഡുകളും, പല കളറിലുള്ള ത്രെഡുകളും, സ്വെറ്ററൊക്കെ തയ്ക്കുന്ന വൂൾ ത്രെഡ് ഉണ്ടല്ലോ, അതും ബട്ടൺസും, അങ്ങനെ പല സാധനങ്ങൾ കിട്ടുന്ന ഏരിയ ആയിരുന്നു. അതിൻ്റെ ആവശ്യം എനിക്കില്ല, ബിക്കോസ് എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ വീട്ടിലും അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഇത് നമ്മുടെ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉള്ള സാധനമാണ്. യോഗ മാറ്റും അതുപോലെ ജിമ്മിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിരുന്നത്. നമുക്ക് വീട്ടിലുണ്ട് യോഗ മാറ്റ്. പിന്നെ ഞാൻ ചുമ്മാ ഒന്നെടുത്ത് നോക്കിയതാണ്. ഇത് ഡമ്പലാണ് കേട്ടോ. ഇത് ഞാൻ അതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് എടുത്ത് നോക്കിയതാണ്. ഇത് സാധാരണ ഡമ്പൽ നമ്മൾ കാണാറുള്ള, അവിടെ തന്നെ വേറെ ഡമ്പലുണ്ട്, അതാണ് സാധാരണ ഡമ്പൽ. ഇതൊരുമാതിരി എന്താ പറയുക, പട്ടി കഴിക്കുന്ന ബോണില്ലേ, അതുപോലെ ആയിരിക്കുന്നത് അതിൻ്റെ ഒരു ഷേപ്പ്. സോ അതുകൊണ്ട് ചുമ്മാ എടുത്ത് നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ എനിക്കത് ഡമ്പലാന്നേ മനസ്സിലായില്ല. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ എന്തൊരു വെയിറ്റ്, അന്നേരം എനിക്ക് മനസ്സിലായത് ഡമ്പലാന്ന്.
അതിനുശേഷം ഇത് കണ്ടില്ല, ഇതെല്ലാം പെറ്റ്സിൻ്റെ ഏരിയയാണ്, പെറ്റിൻ്റെ സാധനങ്ങൾ കിട്ടുന്നത്. ഇതിൽ ഞങ്ങൾ ഒരെണ്ണം വാങ്ങി കേട്ടോ. ഇതാണ് വെയിങ് സ്കെയിൽ. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു വെയിങ് സ്കെയിൽ ചെറുതുണ്ട്, നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതിനുണ്ടല്ലോ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു, പിടിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങി ഒരു വെയിങ് സ്കെയിൽ. അതിൻ്റെ മേൽഭാഗം അത് കാണിക്കാം, ഇങ്ങനെ നല്ല എന്താ പറയുക, നമുക്കൊരു പിടിക്കാനുള്ളൊരു സ്പെഷ്യൽ ഒരു ഹാൻഡിൽ പോലുണ്ട്. അപ്പം നമുക്ക് പെട്ടിയൊക്കെ ഇങ്ങനെ അതിൽ പെട്ടിയിൽ അതിൻ്റെ ഒരു ഹൂക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ഹാങ് ചെയ്തിട്ട് നമുക്ക് ആ പിടിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വേ ചെയ്യാൻ പറ്റും. അത് നമുക്കൊരു ബാലൻസ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈ 30 കിലോയുടെ പെട്ടിയൊക്കെ പൊക്കി വെയിറ്റ് നോക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കിത് ഒരെണ്ണം വാങ്ങാം. ബിക്കോസ് ഒരെണ്ണം കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒന്ന് നാട്ടിലൊന്ന് ഇവിടെ യൂസ് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതൊരെണ്ണം വാങ്ങി. പിന്നെ ഇതൊക്കെ നമ്മുടെ ലൂഫ സെഷൻ, എന്താ പറയുക, കുളിക്കുമ്പം യൂസ് ചെയ്യുന്ന സാധനമുണ്ട് ലൂഫ, അതിൻ്റെ അപ്പോൾ പേനൊരെണ്ണം വേണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം എടുത്തു. അങ്ങനെ പിന്നെ ഇത് കണ്ടില്ലേ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ കടയിലൊക്കെ കോക്ടെയിലൊക്കെ പിള്ളേർക്ക് കുടിക്കാൻ, നമുക്കൊക്കെ കുടിക്കാൻ കിട്ടുന്ന ജ്യൂസ് കുടിക്കാൻ കിട്ടുന്ന സാധനമില്ല, അത് ആർട്ടിഫിഷ്യലാണ്, ജസ്റ്റ് ഒരു കാണാനൊരു ഭംഗിയുള്ളൊരു ഐറ്റം. എനിക്കത് ഇഷ്ടപ്പെട്ട്, കാണാൻ നല്ല രസമുണ്ടായിരുന്നത്. അതുകൊണ്ട് അതെല്ലാം ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് കുട്ടികൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ ഒരു രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേകം ആക്ച്വൽ നമ്മൾ ദൂരെ നിൽക്കുക അതിരിക്കുന്ന കണ്ടാൽ നമുക്ക് ഒരിക്കലും അത് ഒറിജിനൽ അല്ലെന്നേ തോന്നത്തില്ല. ഇതെല്ലാം ടോയ് സെഷനാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ള ഡോൾസും കാര്യങ്ങളും ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു മീഡിയം റേഞ്ച് എക്സ്പെൻസീവ് ആണ്, ഒത്തിരി അല്ലെങ്കിലും ഒത്തിരി കുറവ് വിലയും അല്ല. ഞാൻ പറഞ്ഞല്ലേ ജാപ്പാനിൽ നിന്നുള്ള സാധനങ്ങളാണ് എല്ലാം. ഈ ഒരു ബാഗും അതിൻ്റെ തിളക്കവും കളറും ഒക്കെ കണ്ട് ഞാൻ എടുത്തു നോക്കി. ഇതാണ് ടോയ്സ് സെക്ഷൻ. സോഫ്റ്റ് ടോയ്സ് സെക്ഷനിലുണ്ടല്ലോ ഹഗ് പില്ലോസ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ, പൂച്ച, ഇതെല്ലാം ഹഗ് പില്ലോസ് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. പക്ഷെ സോഫ്റ്റ് ടോയ്സ് പോലെയാണ്, നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണുന്നത്. ഞാൻ പല വെറൈറ്റി ഓഫ് സോഫ്റ്റ് ടോയ്സ് ഒക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇരിക്കുന്നതൊക്കെ എന്താ പറയുക, കുറച്ച് യുണീക്ക് സോഫ്റ്റ് ടോയ്സ് ആയിരുന്നേ. എൻ്റെ ഈ ഒരു ഡൈനോസോർ പോലെ ഇരിക്കുന്ന സാധനം, ഡൈനോസോർ തന്നെ ആണെന്ന് തോന്നുന്നു, അത് നല്ല, അതിൻ്റെ കളറും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ കളറും ഒക്കെ വളരെ നല്ലതായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്ക് 2 പേർക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത്, അതിൻ്റെ കുഞ്ഞ് കണ്ടില്ലേ, അതിൻ്റെ അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലത്തെ വേറെ ഡൈനോസർ ഉണ്ടായിരുന്നു പച്ച കളറിൻ്റെ. പിന്നെ വേറെ ക്യാറ്റ്, ഡോഗ്, അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു കേട്ടോ. ഹഗ് പില്ലോസ്, ഈ ഡൈനോസറിൻ്റെ കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു, ചെറുതും വലുതും. ഇതാണ് അതിൻ്റെ ചെറുത്, കൊച്ചു കുഞ്ഞും വലിയ കുഞ്ഞും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ട് ടോയ്സാണ് കേട്ടോ. നമുക്കിത് എല്ലാം നമുക്ക് എടുത്തുകൊണ്ട് നാട്ടിലൊന്നും വരാൻ പറ്റില്ല, നമ്മളാകെ 2 സൂട്ട് കേസുമായിട്ടാണ് വരുന്നത്. നമുക്ക് കൊണ്ടുവരാനുള്ള വെയിറ്റും ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ട്. ഇതും ഒരു ടൈപ്പ് റൈനോസറസ് ആണോ ഡൈനോസറസ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇതും ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതും ഒരു ക്യാരക്ടർ കണ്ടിട്ടുണ്ട്, ഒറിജിനൽ പണ്ടുണ്ടായിരുന്ന സാധനമെന്ന് തോന്നുന്നു. ഇത് ക്യൂട്ടായിരുന്നു കാണാൻ. പക്ഷേ ഇതിൻ്റെ കുഞ്ഞിനെ ഞാൻ അവിടെ ഒന്നും കണ്ടില്ല, വലുതിനെ മാത്രമേ കണ്ടുള്ളൂ. കുറേ സോഫ്റ്റ് ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞതിൻ്റെ ഉണ്ട് കേട്ടോ, കുഞ്ഞതിൻ്റെ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ മറന്നു പോയിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് ആ പച്ച ഡൈനോസറിനെ ഏതായാലും എടുക്കാം, ബിക്കോസ് അത് പ്രേണിന് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കും അത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതായാലും എടുക്കാമെന്ന് വെച്ച് നമ്മളതങ്ങ് എടുത്തു. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ഈ കൊച്ചു പിള്ളേർക്ക് കഴിക്കാനുള്ള ടെന്നീസ് ബാറ്റോ അങ്ങനത്തെ ഒക്കെ പോലെ വളരെ വെയ്റ്റ്ലെസ് ആയിരുന്നു. അത് ഞാൻ വെയിറ്റൊന്നും ഇല്ലായിരുന്നു ഒട്ടും. ടോയ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കടയിലോട്ട്, പിള്ളേർക്ക് അവിടെ നിന്ന് വട്ട് പിടിക്കും. അതുപോലത്തെ സാധനങ്ങളാണ് ഇഷ്ടം പോലെ. ഇതൊക്കെ ചെറിയ എന്താ പറയുക, നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സിൽ കൊച്ചു പാക്കറ്റ്സ്, വളരെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് അതിലുള്ള കുഞ്ഞു സൈസ്. അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആയിരുന്നു ഉണ്ടാക്കാൻ വരുന്നത്. അത്രയും വളരെ വെയ്റ്റ്ലെസ്സും വളരെ ചെറിയ സാധനങ്ങളുമായിരുന്നു. അത് കൊള്ളാം കൊച്ചു പിള്ളേർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ബ്രദറിൻ്റെ മോൻ പറഞ്ഞായിരുന്നു അവനൊരു ബിൽഡിംഗ് ബ്ലോക്സിൻ്റെ ഇത് വേണം. അപ്പോൾ ഞാനത് വലുതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചെറുതിൻ്റെ ആവശ്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എടുത്തില്ല. പിന്നെ വേറെ എന്താ പറയുക, എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇവിടെ ഉള്ള സാധനങ്ങളെക്കുറിച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഹോൾ ഡേ എടുക്കും. അതുപോലെ അത്രയ്ക്കും വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ പറയാം, നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒക്കെ കിട്ടും. പക്ഷേ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാം, നമുക്ക് ദുബായിലത്തെ കടകളിലെന്ന് പറഞ്ഞാൽ പല കൺട്രീസ് എന്നുള്ള നമുക്ക് പല കൺട്രീസിൻ്റെ പ്രത്യേകം കടകളും, അപ്പം ഭയങ്കര യുണീക്ക് സാധനങ്ങളാണ് കിട്ടുന്നത്. ഈ സാധനം, ഈ ഡൈനോസറസ് ഞങ്ങൾ വാങ്ങിയത്, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ട്
ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു ഗീവ് അവേ നടത്താം എന്ന് വിചാരിച്ചാണ് ഞങ്ങളത് സെലക്ട് ചെയ്തത്. അപ്പം അതിൻ്റെ ഷോർട്സ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും, ഇതിൻ്റെ ഗീവ് അവേയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട്. സോ അതിന് വേണ്ടിയിട്ട് എടുത്തതാണിത്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, വീഡിയോ കാണുന്നവരൊക്കെ ശ്രദ്ധിച്ചോളൂ. ഈ ഡയനോസറസ് ഞങ്ങൾ ഗീവ് അവേക്ക് വേണ്ടി വാങ്ങിയതാണ്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു ഡയനോസറസാണ്. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ല, ഒരു നോട്ട്ബുക്ക്, ഒരു എന്താ പറയുക, ജസ്റ്റ് ഒരു ഗ്ലിറ്ററൊക്കെ ഉള്ള ഒരു നോട്ട്ബുക്ക്. പിന്നെ അത് നമ്മൾ എടുത്തില്ല. പിന്നെ ഇതാണ് എന്താ പറയുക, നെക്ക് പില്ലോ. നമ്മുടെ ഈ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നെക്ക് പില്ലോ യൂസ് ചെയ്യുമല്ലോ, സോ അതിനുള്ളതാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഈ നെക്കും ഹെഡേക്കും ഒക്കെ ഉള്ളൊരു പാർട്ടിയാണ് ഞാൻ. എപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്, നെക്കിനും ഒക്കെ കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാനത് വെച്ചൊക്കെ നോക്കി. അപ്പം പണ്ടൊക്കെ നെക്ക് പില്ലോ കിട്ടും, ചുമ്മാ നമ്മളിങ്ങനെ വെച്ച് ഇങ്ങനെ കിടക്കുന്ന, ഇതിനെന്തോ ഒരു ബട്ടൺ പോലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ. ഇതാണെങ്കിൽ എന്താ പറയുക, ഒരു ഡ്രോയിങ് ബുക്കായിരുന്നു, ഒരു സ്പൈഡർമാൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള വലിയ ഡ്രോയിങ് ബുക്ക്. അപ്പോൾ ഞാനിത് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ തുറന്നൊക്കെ നോക്കി കേട്ടോ, കൗണ്ടറിൽ പോയത്. അപ്പോൾ ഭയങ്കര ഹെവി ആയിരുന്നു ആക്ച്വലി, അത് വലിയ പേപ്പേഴ്സും ആയിരുന്നു, ഭയങ്കര ഹെവിയുമായിരുന്നു. അത് എടുക്കാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പിന്നെ പ്രേൺ എനിക്ക് വേറൊരു സാധനം കാണിച്ചു. സോ അത് കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി, ബിക്കോസ് ഇത് ഫുൾ പ്ലെയിൻ പേപ്പേഴ്സ് ആയിരുന്നു, പ്ലെയിൻ വൈറ്റ് പേപ്പേഴ്സ്. ഇതെല്ലാം ഡ്രോയിങ് ബുക്സും കുട്ടികൾക്ക് വരയ്ക്കാനുള്ളതും ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. ഇതായിരുന്നു ആ ഡ്രോയിങ് ബുക്ക്, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വലിയ ഡ്രോയിങ് ബുക്കാണ്. ആൻഡ് എന്താ പറയുക, നല്ല വെയിറ്റും ഉണ്ട്. നമുക്കിങ്ങനെ ഇതിൽ കാണുമ്പോൾ അത് മനസ്സിലാവില്ല, ബട്ട് നല്ല വെയിറ്റ് ഉള്ളൊരു ഡ്രോയിങ് ബുക്കായിരുന്നത്. കൊള്ളാമായിരുന്നു ആക്ച്വലി, എനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് പ്രേൺ അതിനെക്കാട്ട് ഇഷ്ടപ്പെടാതാണ്ട് ഈ സാധനമായിരുന്നു കേട്ടോ. ഇതൊരു സ്റ്റിച്ച് എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്നി ക്യാരക്ടറാണ്. സോ അതിൻ്റെ ഒരു എന്താ പറയുക, എല്ലാം കൂടി ഇൻക്ലൂഡഡ്, കളറും സ്റ്റിക്കർ ഡിസൈൻസും കളറിങ് ബുക്കും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നത്. അത് നല്ല ഒരു യുണീക്കായിട്ട് തോന്നി. അപ്പം ഇതും ഞങ്ങളൊരു ഗീവ് അവേക്ക് വേണ്ടി സെലക്ട് ചെയ്തതാണ്. കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്തെങ്കിലും ഡ്രോയിങ് ബുക്സ് ഒക്കെ നമുക്ക് നാട്ടിലും കിട്ടുമല്ലോ, ഇത് കുറച്ച് യുണീക്കായിട്ട് തോന്നി. സോ അതുകൊണ്ട് ഞങ്ങൾ ഇതും ഗീവ് അവേക്ക് വേണ്ടി എടുത്തതാണ്. പിന്നെ ഇത് കണ്ടില്ലേ, വളരെ ചെറിയ ഡൈനോസോർ എന്ന് വെച്ചാൽ നമുക്ക് ക്യാമറയുടെ മൊബൈലിൻ്റെ ക്യാമറയുടെ അടുത്ത് കൊണ്ട് വെച്ചാൽ അതിൻ്റെ സൈസ് അറിയത്തുള്ളൂ, അത്ര ചെറിയ ആയിരുന്നു ആ ഡൈനോസർ. പിന്നെ അതുപോലെ തന്നെ ഒരു പട്ടിക്കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, ഉറങ്ങുന്ന പട്ടിക്കുഞ്ഞ്. പിന്നെ ഈ മുയൽ, ഇത് പ്രേരണ വളരെ ഇഷ്ടപ്പെട്ടു. റാബിറ്റ് എന്ന് വെച്ചാൽ അസൽ റാബിറ്റ് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ണൊക്കെ നല്ല റെഡ് കളറിൽ, നമ്മൾ റാബിറ്റ്സിൻ്റെ കണ്ണ് കണ്ടിട്ടില്ല, റെഡ് കളറിലിരിക്കുന്നത്. സോ ഇതിൻ്റെ കണ്ണ് ബാക്കിയെല്ലാം കണ്ടാൽ നമുക്കറിയാം ഒബ്വിയസ്ലി ഇതൊരു ജീവനില്ലാത്ത റാബിറ്റാണ്. പക്ഷേ അതിൻ്റെ കണ്ണ് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനേ പറ്റത്തില്ല, അത്ര ഒറിജിനലായിട്ട് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഈ ക്യാമറയിൽ വീഡിയോയിൽ നമുക്ക് തെളിയുന്നില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ എൻ്റെ കണ്ണ് ഒരു നല്ലൊരു ലൈറ്റ് റെഡ് കളർ, നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ എന്താ പറയുക, എനിക്ക് പ്രേരണ ഇങ്ങനെ ഷോപ്പിങ്ങിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. ഞങ്ങൾ ഒരുപാടൊന്നും വാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കും. ബിക്കോസ് നമ്മളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ് യുണീക്കായിട്ടുള്ള സാധനങ്ങൾ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതും വേറെ ഒരു സൈസ് റാബിറ്റ് ആയിരുന്നു, വേറെ ഒരു കളറിൻ്റെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് ജാപ്പനീസ് സ്റ്റോർ, അപ്പോൾ അവിടെ ജാപ്പനീസ് ഈ കിമോനോയോ അങ്ങനത്തെ ഒക്കെ പറയത്തില്ലേ ഡ്രസ്സ് അവരുടെ. സോ അതിട്ട ഒരു ചെറിയൊരു ഡോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഇത് രണ്ടും എടുത്തു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഗീവ് അവേക്ക് വേണ്ടി എടുത്താണ്. അപ്പോൾ ഞാൻ എൻ്റെ ഷോർട്സ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡയാസോ ജാപ്പാനിൽ നിന്ന് വാങ്ങിയത് ജാപ്പനീസ് ഐറ്റമാണ് ഇത് രണ്ടും. പിന്നെ ഇത് വാട്ടർ ബോട്ടിൽസ് ഒക്കെയാണ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് വാട്ടർ ബോട്ടിൽസ്, ഞങ്ങൾ ചുമ്മാ നോക്കിയതാണ്. വേറെ വെറൈറ്റി ഓഫ് വാട്ടർ ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്നത്. പിന്നെ വലിയ ക്രോക്കറി സെഷനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. നമുക്ക് ഈ കഴിക്കാനുള്ളതൊന്നും ഇല്ല, പിന്നെ ക്ലോത്ത്സ് ഇല്ല, അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ കിട്ടും. ഇത് നമ്മുടെ കാപ്പച്ചിനോ ഫ്രോത്തറ, നമ്മൾ കണ്ടിട്ടില്ലേ ടി വിയിലൊക്കെ കാണിക്കുന്ന ഈ പഞ്ചസാരയും പിന്നെ കോഫി പൗഡറും ഇച്ചിരി പാലൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒരുപാട് നേരം അടിച്ച് പതപ്പിച്ചിട്ട് പിന്നെ അതിലോട്ട് പാലൊഴിച്ച് കാപ്പച്ചിനോ പോലൊക്കെ ഉണ്ടാക്കുന്ന കോഫി, അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്ററി ഓപ്പറേറ്റഡ് സാധനം. അതിൽ ബാറ്ററി ഇട്ടിട്ട് നമ്മളിങ്ങനെ വെച്ചാൽ അത് തന്നെ ഇങ്ങനെ അടിച്ചോളൂ, അപ്പോൾ നല്ല പതഞ്ഞ് വരും. അത് നല്ലൊരു സാധനമായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഭയങ്കര ഒരു കോഫി ലവറാണ്. അപ്പം ഞാൻ വെച്ചത് അവന് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ്, ഗിഫ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഞാൻ എടുത്തതാണ്. അവനും അവൻ്റെ വൈഫും എൻ്റെ സിസ്റ്ററിനും രണ്ടുപേർക്കും കോഫി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനത് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് വാങ്ങി.
പിന്നെ പിന്നെ അവിടെയൊക്കെ കറങ്ങിയൊക്കെ നോക്കി. ബട്ട് ഓൾമോസ്റ്റ് ഞങ്ങൾ ഷോപ്പിംഗ് എന്താവാൻ സമയമായി. ഇത്രയൊക്കെ ഞങ്ങൾ വാങ്ങിയുള്ളൂ. പിന്നെ ക്രോക്കറി സെഷനിലോട്ടാണ് വന്നത്. ഇവിടെ ഇഷ്ടം പോലെ എന്താ പറയുക, ജാപ്പാനിൽ നിന്ന് അവർ എക്സ്പോർട്ട് ചെയ്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഗ്ലാസ് വളരെ ഇഷ്ടപ്പെട്ടു, ഗ്രീൻ കളറിൻ്റെ. സോ ഞാൻ അതിലൊരു 1-2 എടുത്തു. ബിക്കോസ് സെർവിങ് ബൗളിലോട്ടൊക്കെ യൂസ് ചെയ്ത് നല്ല രസമാണ്. പിന്നെ ഇത് വളരെ എനിക്ക് പ്രേണ്ണും ഇത് വളരെ ഇഷ്ടപ്പെട്ടു. എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനം സെർവ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഇത് ക്ലോസപ്പിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ. അതേപോലത്തെ തന്നെ വേറെ ഒരെണ്ണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഒരു ഡാർക്ക് ബ്രൗൺ കളറിൻ്റെ. അതുകൊണ്ട് ഞാനിപ്പോൾ പിടിച്ചേക്കുന്നത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ എടുത്തു. നല്ല ഭംഗിയുള്ള 2 ക്രോക്കറി ആയിരുന്നു ഇത്. പ്രത്യേക ഒരു യൂണീക്നെസ് ആണ് അത് രണ്ടും കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെ ഈ വളരെ ചെറിയ ഞാൻ ഇത്ര ചെറിയ പ്ലേറ്റ്സ് കണ്ടിട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഇന്ന് വരെ. ചെറിയ സോസറിൻ്റെ ഒക്കെ പ്ലേറ്റ്സ് ഉണ്ട്. ഇത് കണ്ട് എൻ്റെ ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന സൈസായിരുന്നു. നമുക്ക് വല്ല പിക്കിളോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വിളമ്പാൻ നല്ല ഭംഗിയുള്ള പ്ലേറ്റ് ആയിരുന്നു. സോ അതൊക്കെ വാങ്ങി. കുറച്ച് ചെറിയ ക്രോക്കറീസൊക്കെ, ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോവുകയും ചെയ്യാൻ, പൊട്ടത്തില്ല. വലിയ ക്രോക്കറീസൊക്കെ നമ്മൾ കൊണ്ടുപോയാലേ പൊട്ടത്തുള്ളൂ. സോ ഇങ്ങനത്തെ ചെറിയ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി. കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരാൾ കാണുമ്പോൾ ആടിപ്പൊളിയാന്ന് പറയുന്ന സാധനങ്ങൾ വാങ്ങി. അതിനുശേഷം ഇത്രയൊക്കെ ഷോപ്പിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ബില്ലിംഗ് ഒക്കെ ചെയ്തു ഡയാസോ ജാപ്പാനിൽ. അപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 1 hour കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രോത്തർ ഞാൻ വാങ്ങിയിരുന്നല്ലോ, കോഫി ഫ്രോത്തർ. അപ്പോൾ അവരത് ബാറ്ററി ഒക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്ത് വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കി, വെയിങ് സ്കെയിലിനെടുത്തതും അവർ വർക്കിംഗ് ആണോ നോക്കിയിട്ടാണ് നമുക്ക് അവരത് തരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കവറൊക്കെ ആയിട്ട് പൈസയൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി, ട്രോളിയൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ട്രോളിയും കണ്ടില്ല, അവിടെ ട്രോളിയും ഒരു പ്രത്യേക രീതിയിലുള്ള ട്രോളിയായിരുന്നു കേട്ടോ. എനിക്ക് അതും കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, മേളിലും താഴെയും ബാസ്ക്കറ്റ് വെച്ചോല്ലോ. അപ്പോൾ നമുക്ക് താഴെ സാധനങ്ങളിടാം, മേളിൽ സാധനങ്ങൾ. നമ്മൾ സാധാരണ ട്രോളീസ് കാണുന്ന പോലത്തെ ഒരു ട്രോളി അല്ലല്ലോ ഇത്. ഇത്തിരി ട്രോളി ഞാൻ മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ല സത്യം. ഞാൻ ഇവിടെ ആദ്യം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ട്രോളി കാണുന്നത് ദുബായിൽ. എപ്പോഴും വലിയ ട്രോളീസാണ് കാണുന്നത്. ഇത് നല്ല ക്യൂട്ട് 2 ട്രോളീസുള്ള 2 ബാസ്ക്കറ്റ്സ് ഉള്ള ഒരു ട്രോളി. അത് തന്നെ ഒരു ക്യൂട്ട്നെസ് ആയിരുന്നു. അപ്പോൾ ഞാൻ തിങ്ക് ചെയ്യുമായിരുന്നു, ഇത്ര ചെറിയൊരു കട, ജാപ്പാനിലെ കട, ഇത്രയും സാധനങ്ങൾ, ഇത്ര നല്ല സാധനങ്ങൾ കിട്ടുന്ന കടയാണെങ്കിൽ ജാപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ഞാനിങ്ങനെ അവിടെ കറങ്ങി നടന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ജാപ്പാനിൽ പോകണം. ഈ ഭൂമികലുകത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ, ഈ ന്യൂസൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കൊന്ന് ജാപ്പാനൊക്കെ ഒന്ന് പോയി കാണണം. അത്ര ഭംഗിയുള്ള സാധനങ്ങളാണ് ഈ കടയിൽ കിട്ടുന്നത്. നമുക്കിപ്പോൾ എല്ലാം മേടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവർക്ക് മേടിച്ച് കൊടുത്തുവിടാല്ല. നമ്മൾ എത്ര സാധനം എന്ന് വെച്ചാൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു, നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ലഗേജ് കൊണ്ടുപോകാനുള്ള. അപ്പോൾ ഞങ്ങൾ ഇവൻ സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ കയറി ഡയാസോ ജപ്പാന് കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഷോപ്പിങ്സ് ഇങ്ങനെ നടത്തുന്നു. അപ്പം ഞങ്ങൾ എന്നും ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ഷോപ്പിങ്സിൻ്റെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും ഒരു സന്തോഷം, നിങ്ങളെ കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് ഞങ്ങളെല്ലാം എടുക്കുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 9 o'clock ഒക്കെ ആയിരുന്നു. ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് വിശന്നു, 9 o'clock. ഇനിയിപ്പോൾ വീട്ടിൽ പോയി നമുക്ക് ആഹാരം വയ്ക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ സംഗീത ഭവനിലോട്ട്. സംഗീത ഭവനല്ല, സംഗീത റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ ആണ്. ഞങ്ങളെപ്പോഴും വസന്ത് ഭവനിലാണ് പോകുന്നത്. അപ്പം സംഗീതയിൽ ഞങ്ങൾ വല്ലപ്പോഴും പോകാറുണ്ട്. സംഗീത ഇവിടെ പുതിയതായിട്ടാണ് ദുബായ് സിലിക്കോൺ ഓയസിസിൽ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും വസന്ത് ഭവനിൽ പോകുന്നത്. സംഗീത അൽനാദയിലുള്ളായിരുന്നു. അപ്പോൾ പക്ഷേ സംഗീതയിലെ ഫുഡ് നല്ല ഫുഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഞങ്ങളോട് ആരോ പറഞ്ഞിരുന്നു സംഗീത DSOയിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തപ്പിപ്പിടിച്ച് ഞങ്ങൾ ചെന്നു. ആൻഡ് അവിടെ ചെന്ന് ആഹാരം ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ടല്ലോ, വളരെ ഭംഗിയുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അല്ലാതേലും ഉണ്ട് വസന്ത് ഭവനും സംഗീതയും ഒക്കെ. ബട്ട് ദുബായ് സിലിക്കോൺ ഓയസിസ് ഉള്ള സംഗീതയും വസന്ത് ഭവൻ്റെ ഒക്കെ ആംബിയൻസും ഉള്ളിലുള്ളൊരു അതൊരു പ്രത്യേക ഒരു മൂഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് ഇവിടെ DSOയിലുള്ളത്. അപ്പം ആദ്യം തന്നെ റോസ്റ്റഡ് പപ്പടും സ്വീറ്റ് കോൺ സൂപ്പും വന്നു. ഞാനൊരു നോർത്ത് ഇന്ത്യൻ താലിയാണ് ഓർഡർ ചെയ്തത്. കുറച്ച് നാളുണ്ട് എനിക്കൊരു താലി കഴിക്കണമെന്ന്. പക്ഷെ അതിന് കരാമേ പോകണം. സോ അത്ര ദൂരെ പോകാൻ ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഏതായാലും ഞാനൊരു നോർത്ത് ഇന്ത്യൻ താലി മേടിച്ചു. ബിക്കോസ് എപ്പോൾ പോയാലും ദോശ തിന്നു മടുത്ത്. ആൻഡ് പേണ്ണൊരു പൂരി കുറുമ ഓർഡർ ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ പേണ്ണ് എൻ്റെ സ്വീറ്റ് കോൺ സൂപ്പ് കൊടുത്തു. പേണ്ണ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഷെയർ ചെയ്താണ് കഴിച്ചത് കേട്ടോ. താലി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത്ര വലിയ താലി ആയിരിക്കുമെന്ന്. താലിയുടെ ഞാൻ ഫോട്ടോ അതിൻ്റെ മെനുവിൽ കണ്ടപ്പം കുറച്ച് കൂട്ടാനൊക്കെ ഉണ്ട്, ഇച്ചിരിയാന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ കൊണ്ടുവന്നപ്പം ഭയങ്കര ഹ്യൂജ് ക്വാണ്ടിറ്റി ആയിപ്പോയി സത്യം പറഞ്ഞാൽ.
അപ്പോൾ പ്രേണിൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് സംഗീത ഭവനിലെ പൂരി കുർമ. അപ്പോൾ പ്രേൺ അത് തന്നെയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ പൂരി കുർമ. അത് കൊണ്ടുവരുന്നത് ആ പൂരി കാണാതെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്, കണ്ടില്ലേ, നല്ല ഫ്രഷ് പൂരി ആൻഡ് കുർമ. അവരുടെ വെജ് കുർമ എന്തോ കുർമയാണെന്ന് എനിക്കറിയത്തില്ല. സാധാരണ ഞാൻ വെജ് കുർമ ഒന്നും അങ്ങനെ കഴിക്കാറില്ല, പക്ഷേ പ്രേൺ എപ്പോഴും പൂരി വാങ്ങുമ്പോൾ ഞാൻ അതിലൊരു ബൈറ്റ് മേടിച്ച് കഴിക്കാറുണ്ട്. അതിൻ്റെ പേര് അവർ നവരത്ന കുർമ എന്നെന്തോ ആണ് പറയുന്നത്. അപ്പോൾ പൂരി വന്നോണ്ടേ ഞാൻ പ്രേണോട് പറഞ്ഞു സൂപ്പ് കുടിച്ച് തീർത്തിട്ട് പൂരി കഴിച്ചാൽ മതി പറഞ്ഞിട്ട് പൂരി മാറ്റി വെച്ചു. ഞാൻ ആ റോസ്റ്റഡ് പപ്പടം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അത് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ താലി, ബിക്കോസ് എനിക്ക് തോന്നുന്നു അവർക്ക് കുറേ അതിൽ ഐറ്റംസൊക്കെ വെക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി സാധനം ഇങ്ങനെ എത്താനായിട്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റോസ്റ്റഡ് പാപ്പട് പ്രേണിൻ്റെ കുറുമയിൽ മുക്കി ഇങ്ങനെ കഴിച്ച്. അപ്പോഴാണ് എൻ്റെ താലി വന്നത്. താലി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ, ഭയങ്കര വലിയ താലിയായിരുന്നു, കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സാധനമൊക്കെ എടുത്ത് ഞാൻ പ്രേണിന് കൊടുത്തു. ഞാൻ ഈ ലസ്സിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല, ഇഷ്ടമാണെങ്കിലും ഞാൻ കഴിക്കാറില്ല, ബിക്കോസ് എനിക്ക് പെട്ടെന്ന് കഫമൊക്കെ വരുന്നൊരു ശരീരമാണ്. അപ്പം ഞാൻ അത് എടുത്ത് പ്രേണിന് കൊടുത്തു. അപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ കൂട്ടാനാണ് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞിരുന്നത് എനിക്ക് റോട്ടി വേണമെന്നാണ്. നാനും റോട്ടിയുടെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോട്ടി എടുത്ത്, അപ്പോൾ റോട്ടിയുടെ സൈസ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, ഇത്ര വലിയ റോട്ടി. ഞാൻ ചോദിച്ചു അവരോട് ഇതെന്തോന്ന്, ഇത് മൈദയുടെ റൊട്ടിയാണോ അതോ വീറ്റാണോ? അപ്പോൾ അവരോട് വീറ്റ് തന്നെയാണ്, തന്തൂരി റൊട്ടിയാണ്. ഇത്ര വലിയ റൊട്ടിയൊക്കെ എങ്ങനെ തിന്നും? അപ്പോൾ ഞാൻ വെച്ച് ചെറിയ 2 റൊട്ടിയൊക്കെ ഇച്ചിരി ചെറിയൊരു പീസ് പുല്ലാവിൻ്റെ ഇതും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഇത്ര ആയിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഷെയർ ചെയ്ത് കുറേ തിന്ന്, ലസ്സിയൊക്കെ ഞാൻ വേണു കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു, പാലക് പനീർ, ദാല്, പെപ്പർ പനീർ, ഭിണ്ടി മസാല, ഗുലാബ് ജാമുൻ, സാലഡ്, പിന്നെ റായത്ത, പിന്നെ നമുക്ക് ചെറിയൊരു ഇതിൽ പീസ് പുലാവ് ആൻഡ് സ്വീറ്റ് ലസ്സി. ഇത്രയും സാധനം ഉണ്ടായിരുന്നു എൻ്റെ താലിയിൽ. ആൻഡ് ചപ്പാത്തി കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ലസ്സിയൊക്കെ ഞാൻ പ്രേൺ ലസ്സിയും അങ്ങനത്തെ ബട്ടർ മിൽക്കിൻ്റെ ഒക്കെ വലിയൊരു ഫാനാണ്. എവിടെയെങ്കിലും കടയിൽ പോയാൽ ചോദിച്ച് മേടിച്ച് കുടിക്കും, സാലഡും ലസ്സിയും ഒക്കെ. അങ്ങനത്തെ ഒരു ഫാൻ, വലിയ ബിഗ് ഫാനാണ് അതിൻ്റെയൊക്കെ. അപ്പം എൻ്റെ താലി ഇതാണ് കേട്ടോ, സൂം ചെയ്ത് ഞാൻ കാണിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു. സംഗീതയിൽ ഞങ്ങൾ ഡിന്നറും കഴിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഷോപ്പിംഗ് വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. ഇത് എപ്പിസോഡ് 3 ആയിരുന്നു വെക്കേഷൻ ഷോപ്പിങ്ങിൻ്റെ. ഇനിയും വെക്കേഷൻ ഷോപ്പിംഗ് എപ്പിസോഡ് 4ഉം വരുന്നതായിരിക്കും. എല്ലാവരും കാണണം കേട്ടോ, ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം. പേർഷ്യൻ മലയാളി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ നിന്ന് എൻ്റെ ചെയ്യുവാണ്. ഇനി ഞങ്ങൾ എന്നും വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. എല്ലാവരും കാണണം. അപ്പോൾ thank you so much and bye bye from Persian Malayali.